ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത്. രാവിലെയോ വൈകുന്നേരമോ ഏത് സമയത്ത് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റംസാണ്. ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രെഡ് എഗ്ഗ് മസാലയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10 ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു തക്കാളി, 3 മുട്ട, വലിയൊരു സവാള. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഇതിലേക്ക് വേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡ് ഒന്ന് മുറിച്ചെടുക്കാം. ബ്രെഡ് നമുക്ക് കൈവച്ചിട്ട് ഇങ്ങനെ പിച്ചെടുക്കും ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും ചെയ്യുക കേട്ടോ. അപ്പോൾ കത്തി വെച്ചിട്ടാണെങ്കിൽ 3 4 ഒപ്പം വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫുള്ളായിട്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ബ്രെഡ് കട്ട് ചെയ്യണത് ഞാൻ ഇതിൻ്റെ സൈഡ് വശമൊന്നും കളയാതെ ആ ബ്രൗൺ കളറൊക്കെ കൂടിയിട്ട് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ ഒരു 10 ബ്രെഡിൻ്റെ അളവിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണ്ടിച്ചെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ സമയമില്ലെങ്കിൽ, അതല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മടി പിടിച്ച ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ഇതുപോലെ മുട്ടയും ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 10 ബ്രെഡും ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ബ്രെഡിൻ്റെ പീസൊക്കെ നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് സിമ്പിളായിട്ടൊരു മസാല തയ്യാറാക്കി എടുക്കണം. വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ, കൂടുതൽ ചേരുവകളൊന്നും ചേർക്കാതെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു സവാള ചെറിയ രീതിയിൽ മുറിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വലിയൊരു സവാള തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കുക കേട്ടോ. ഇതുപോലെ ചെറിയ രീതിയിൽ തന്നെ മുറിച്ചെടുക്കണം. ഈ ഒരു സവാള ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3/4 ഭാഗത്തോളം വഴറ്റിയെടുക്കണം കേട്ടോ. മുഴുവനായിട്ടൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, കുഴഞ്ഞു പോയിട്ട് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 3/4 ഭാഗം മാത്രം ഇതൊന്ന് വാടി കിട്ടിയാൽ മതി. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വാടി കിട്ടും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പോൾ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ. എരിവിനനുസരിച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം നമ്മുടെ ഈ ഒരു സവാള വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1 ടീസ്പൂണോളം ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ മസാല നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഗരം മസാല ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു പൊടികളുടെയൊക്കെ പച്ചമണം പോകുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഏകദേശം 1 മിനിറ്റോളം തന്നെ ഇതുപോലെ ഇങ്ങനെ വഴറ്റിയെടുക്കണം. അപ്പോഴേ ഇതിൻ്റെ ആ പച്ചമണം കറക്റ്റായിട്ട് പോയി കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ അങ്ങനെയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുത്ത് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ പഴുത്ത ഒരു തക്കാളി തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു തക്കാളി നല്ലപോലെ ഒന്ന് കുക്കായി കിട്ടണം. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. നമ്മളിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ആ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. മീഡിയം സൈസിലുള്ള ഒരു തക്കാളി മാത്രം ചേർത്താൽ മതി. കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് പുളിയാകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതാ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഏകദേശം 2 മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ലപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി തവി വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടും. ഈ ഒരു സമയത്ത് മസാലയിൽ ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ ഒരു മസാല ഈ ഒരു പാനിൻ്റെ സൈഡിലേക്ക് ഇതുപോലെ അങ്ങനെ മാറ്റി കൊടുക്കുക. എന്നിട്ട് ഞാനിതിലേക്ക് 3 മുട്ടയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. 10 ബ്രെഡിന് 3 മുട്ട എടുക്കുക കേട്ടോ. അതാകുമ്പോൾ കറക്റ്റായിരിക്കും. 2 മുട്ട വെച്ചിട്ടും ചെയ്യുക. പക്ഷേ ഇത് കഴിക്കുന്ന സമയത്ത് ഇടയിലിടയിൽ ആ മുട്ടൻ്റെ പീസുകളൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ 3 മുട്ട തന്നെ എടുക്കുക. ഇനി ഈ മുട്ടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ മസാലയിലേക്ക് ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ അതിനനുസരിച്ച് മുട്ടയിലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഏകദേശം ഒരു 30 സെക്കൻഡോളം നമ്മളിത് ഇളക്കാതെ വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചിക്കിയെടുക്കുക. മുട്ടയൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കിയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും കേട്ടോ. വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ മതി. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റംസാണ് കേട്ടോ ഇത്. മുട്ട നമ്മൾ ചിക്കിയെടുക്കുമ്പോൾ നല്ലപോലെ ചെറിയ പീസാക്കിയിട്ട് ചിക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ചൊക്കെ വലിയ പീസാക്കിയിട്ട് തന്നെ ചിക്കിയെടുത്താൽ മതി.
അപ്പോൾ അതാ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മസാലയിൽ കൂടെ ഈ ഒരു മുട്ടയും കൂടി ഒന്നാണ് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഞാൻ 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എരിവുള്ള മുളക് പൊടി, അപ്പോൾ അത്യാവശ്യം എരിവുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡിൻ്റെ പീസുകളൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ബ്രെഡിൻ്റെ എല്ലാ പീസുകളിലും മസാല എത്തുന്ന രീതിയിൽ നല്ലപോലെ തന്നെ നമ്മളിത് മിക്സ് ആക്കി എടുക്കണം. നല്ലപോലെ മിക്സാക്കി എടുത്താൽ മാത്രം മതി, കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ഇനി അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഇത് തയ്യാറാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് കഴിക്കുന്ന ആ ഒരു സമയത്ത് അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം കൂടുതൽ സമയം വെക്കേണ്ട, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ഒരു ഡിഷ് നമുക്ക് ചൂടോടുകൂടെ കഴിക്കണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉള്ളൂ. ഇത് തണുത്ത് കഴിഞ്ഞാൽ മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്രെഡും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും പിന്നീട് ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കുള്ളൂ. അതായത് ഒരു പ്രാവശ്യം കഴിച്ചിട്ട് നോക്കുമ്പോഴേ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്കറിയുള്ളൂ. അപ്പോൾ അത്രക്കും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതാ ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ കൂടുതലായിട്ട് നമ്മൾ മസാലകളൊന്നും ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.